ബാലചന്ദ്രൻ തിരികെ നാട്ടിലേക്ക് വന്നതിന് ശേഷം വൈദ്യ ചോദിക്കുകയാണ്, അല്ല ഹോട്ടൽ റൂം എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്കിരുന്ന് മറുപടി ഒരു നേരമില്ലെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കയറി പോവാണ്. സ്റ്റെയർ കയറി പോകുമ്പോഴും അവിടെ കിടന്നിട്ട് വൈദ്യ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ പേരില് ഹോട്ടൽ മുറിയെടുത്ത് തങ്ങിയിട്ട് വരുമല്ലേ, അവളെ എവിടെയാക്കിയെന്ന് പറ, ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവരാനിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ കടിച്ചു പിടിച്ചുകൊണ്ട് മുകളത്തെ മുറിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ബബിത എന്നോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നാണയില്ലേ, ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്ന അമ്മ കണ്ടില്ലേ, എന്നിട്ടും അമ്മ ഇങ്ങനെ വൃത്തിയുടെ പറഞ്ഞ എന്തിനാ? ഓഹോ, ഞാൻ പറഞ്ഞതാണോ അപ്പോൾ വൃത്തികേട്? നിന്റെ അച്ഛൻ കാണിച്ചതപ്പോ വൃത്തികേടല്ലേടി, അങ്ങേര് ആ പെണ്ണെ കൂടെ ഹോട്ടലിൽ മുറിയെടുത്തത് ഒരു തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇന്നലെ രാത്രി അലന ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ആ പുതിയ വീട്ടിലാ, അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്താ, അവിടുന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും കള്ളത്തരവാ, അവൾ വെറുതെ അഭിനയിച്ചതായിരിക്കും അവിടെ ചെന്നതുപോലെ. ഇന്ന് രാവിലെ ആയിരിക്കും ഇയാൾ അവളെ കൊണ്ടവിടെ ആക്കിയിട്ട് വന്നത്. അതൊന്നും അല്ല, ചേച്ചി അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അമ്മയ്ക്കൊന്നും അറിയാമല്ലാഞ്ഞിട്ടാ. സത്യം എന്താണെന്നൊന്നും അമ്മ ഒരു ദിവസം മനസ്സിലാക്കും. ഞാൻ ഇനി എന്ത് മനസ്സിലാക്കാനാടി പറ? നീ മുള്ളുമോനെയൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? അതമ്മയ്ക്ക് വഴിയെ പറഞ്ഞു തരാം. ഈ രീതിക്കാണ് അമ്മയുടെ മുമ്പോട്ടുള്ള പോക്കെങ്കിൽ ഉടനെ എനിക്ക് പറയേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അകത്തേക്ക് കയറിപ്പോവാണ്. അവളെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം അവളെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന്. നീ പോയി ചോദിക്കടി. അപ്പന്റെ അവിഹിതം നേരിൽ കണ്ടിട്ടും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രണ്ട് മന്ദബുദ്ധികൾ എന്ന് പറയാണ്. അമ്മയുടെ അഹങ്കാരമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അലിന ചേച്ചി ഞങ്ങളെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ, ഒരു പാവമാ. അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഞങ്ങൾ അച്ഛനെയോ ബാക്കി ആരെയും വളയ്ക്കാൻ ചേച്ചി ശ്രമിച്ചിട്ടില്ല. ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമാ, മനുവേട്ടനെ, അത് മാത്രമേ ഉള്ളൂ. മനുവേട്ടനെ തിരിച്ചും. പിന്നെ മനുവേട്ടൻ, എടി നിനക്കൊക്കെ നാണോന്ന് പറഞ്ഞ സാധനമില്ലേ? എല്ലാവരെയും വളച്ചിട്ട് അവസാനം മനുവിന്റെ തലയിൽ വെച്ചു കൊടുക്കാനാ എല്ലാവരും പ്ലാൻ. ആ പൊട്ടനോ അത് മനസ്സിലാക്കുന്നില്ല. രോഹിത്, ഹരി, എൻ്റെ ആങ്ങളമാര്, എൻ്റെ ഭർത്താവ്, എല്ലാവരെയും അവളെ വളച്ചു വെച്ചില്ലേ. എന്നിട്ട് നിനക്കൊന്നും നാണമില്ലേ അതൊക്കെ പറയാനായിട്ട്? നാണമില്ലാത്തത് അമ്മയ്ക്കാ. മാനവേട്ടനാ ചേച്ചി വിവാഹം കഴിക്കാൻ പോന്നേ, അത് ഉറപ്പാ. രണ്ടുപേർക്കും പരസ്പരം വലിയ ഇഷ്ടമാ. പിന്നെ ഇഷ്ടം കമലേട്ടത്തിയോട് ഇത് പറഞ്ഞാൽ മതി, നല്ല തല്ല് കിട്ടും കമലേട്ടത്തിന്റെ കയ്യിൽ നിന്ന്. കമലേട്ടത്തിയോട് പോയി പണി നോക്കാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് ബബിത കയറിപ്പോവാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും ഇതിങ്ങളുടെ തലയ്ക്കകത്തുനിന്നാ കേരളത്തിന്റെ ഈശ്വര, അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാണ്. മനു ആകെപ്പാടെ തകർന്നടിഞ്ഞു കേട്ടോ. എന്തായാലും ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒറ്റപ്പെട്ടതുപോലാണെന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. വേറെ ആരാ? ഞാനുണ്ട് നിനക്ക് വേണ്ടി എപ്പോഴും. നീ അവിടുന്ന് മനസ്സിലൊന്ന് ഓർത്താൽ മതി. പാറിപ്പയർന്ന് സ്വപ്നത്തിലൂടെ ഞാനങ്ങ് എത്തിട്ടോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനങ്ങ് എത്തിക്കോളാം. ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ എന്നറിയാലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അറിയാം മനുവേട്ടാ. മനുവേട്ടൻ എന്നെ കാണാൻ വരുമെന്നും എനിക്കറിയാം. ഇവിടെ ആകെപ്പാടെ വല്ലാത്തൊരു മൂഡ് ഓഫാ. എന്തു പറ്റി? അവിടെ പരിചാരകരൊക്കെ ഇല്ലേ? പിന്നെ നിന്റെ പപ്പ, വേറെന്ത് വേണം? അവിടെ നിന്നെ ശാസിക്കാനോ വഴക്ക് പറയാനോ ആരില്ലല്ലോ. സ്നേഹം തരാൻ മാത്രമല്ലേ അവിടെ ആളുള്ളൂ. അവിടെ ജോലി ഒന്നും ചെയ്യണ്ട. ഇവിടെയും അവിടെയൊക്കെ പിടിപ്പത് പണിയല്ലായിരുന്നോ? ഇഷ്ടം പോലെ ഭക്ഷണം, വീട്, എന്തു വേണം വേറെ? സമാധാനമില്ല മനുവേട്ടാ, ഒരു സന്തോഷമില്ല. എവിടുന്നോ എന്നെ വലിയൊരു പാർക്കിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു കാറിനകത്ത് അടച്ചിട്ടതുപോലായി. സത്യം, ഇത് വലിയൊരു ബംഗ്ലാവാ, അകത്ത് ലിഫ്റ്റ് വരെയുണ്ട്. ആഹാ, കൊള്ളാലോ. അത്രയ്ക്ക് വലിയ വീടാണോ? അതേ മനുവേട്ടാ, ഞാനേ നാളെ രാവിലെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാം. അകത്ത് ലിഫ്റ്റ് ഉണ്ട്. എത്ര മുറികളാണെന്നറിയാവോ? അതിനകത്ത് ആരും താമസമില്ല. എൻ്റെ പപ്പയുടെ മാത്രം ഒരു മുറി, പിന്നെ എൻ്റെയും. ഇത്രയും മുറിയേ ഉള്ളൂ. മൊത്തത്തിലൊരു 5-6 മുറിയുണ്ട്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ മോളിൽ ലിവിങ് റൂം, താഴെ ലിവിങ് റൂം, ബാൽക്കണി, അങ്ങനെ എന്തുമാത്രം സൗകര്യങ്ങളാണെന്നറിയോ? ചുറ്റോട് ചുറ്റും റബ്ബർ തോട്ടവും കാടുകളും അതുപോലെ നായ്ക്കളും മാത്രം. പിന്നെ ഇവിടെ 2-3 പണിക്കാരുണ്ട്. അത് മാത്രമാണ് ഏക ആശ്വാസം. ഒരാൻ്റപ്പൻ ചേട്ടൻ, ഒരു പൗലോസ് ചേട്ടൻ, പിന്നെ ഒരു ബൈജു ചേട്ടൻ. ഇവർ 3 പേരുമാണ് ഇവിടുത്തെ പണിക്കാർ. പിന്നെ തോട്ടത്തിലെ പണിക്കാർ വേറെയുണ്ട്. ഇവിടെ വേറൊന്നുമില്ല. രാവിലെ എഴുന്നേക്കുക, കാപ്പി കുടിക്കുക, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, വൈകുന്നേരം ചായ കുടിക്കുക, രാത്രി അത്താഴം കഴിക്കുക, കിടന്നുറങ്ങുക. ഒരു മനുഷ്യന് ഇത് മാത്രമായിട്ട് എങ്ങനെ വേണ്ടിട്ടാ ജീവിക്കുന്നത്? നിന്റെ പപ്പയോടെ അങ്ങനല്ല ജീവിക്കുന്നേ. അതാ എനിക്ക് അത്ഭുതം, ഒരു മനുഷ്യന് അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന. പിന്നെ അതിനിടയിൽ മദ്യപാനം ഉണ്ട് കേട്ടോ പപ്പയ്ക്ക്. ആഹാ, മദ്യപിക്കുമോന്നോ? എപ്പോഴും കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ഏത് നേരം മദ്യപാനം തന്നെയാ.
അതിനിടയിലാണ് ഈ ഊണെഴുപ്പും പരാടിയും. പിന്നെ ഇവിടെ ഭയങ്കര ഡിസിപ്ലിനാ, നമ്മൾ അവിടുത്തെ പോലെ ഒന്നുമല്ല. ഊണുമേശയിലാണല്ലോ ഇന്നലെ ആകെപ്പാടെ പാളിപ്പോയി. എന്ത് പറ്റി? ഈ ഫോർക്കും അതുപോലെ കയ്യിൽ കത്തിയൊന്നും ഉപയോഗിച്ച് എനിക്ക് കഴിക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ അവിടെ ആകെപ്പാടെ ചളവായി. ഞാനെടുത്ത ചിക്കൻ പീസ് തെറിച്ചു പോയി. പപ്പയുടെ പ്ലേറ്റ് മുമ്പിൽ തന്നെ വീണു. പ്ലേറ്റിൽ ശബ്ദം കേൾക്കാൻ പാടില്ല, ചവയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അങ്ങനെ 100 നിയമങ്ങളാ. എല്ലാ കാര്യത്തും നിയമങ്ങളാന്നേ. അടുക്കളയ്ക്ക് പോകാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ നിൽക്കാൻ പാടില്ല. എനിക്ക് വയ്യ മനുവേട്ടാ. ആഹാ, അത്രയ്ക്ക് സീനാണോ? പിന്നെ മിലിറ്ററിക്കാരനല്ലേ എൻ്റെ പൊന്നെ. ഞാൻ മിലിറ്ററിക്കാരൻ്റെ ചിട്ടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് പീക്ക് ലെവല് എന്ന് പറയുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ. മിലിറ്ററിക്കാരനായതുകൊണ്ടായിരിക്കും ഇത്രയ്ക്കൊക്കെ. ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കൊല്ലപ്പള്ളിയിലും എൻ്റെ വീട്ടിലും ഞാൻ എത്ര സ്വാതന്ത്ര്യമായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജോലി ചെയ്തു, എൻ്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ നടന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എപ്പോഴും ഒരാളുടെ നോട്ടമുണ്ട് പിന്നാലെ. എനിക്കാണെങ്കിലോ ആകെപ്പാടെ വല്ലായ്മയും മനുവേട്ടാ. ഇവിടെ അങ്ങോട്ട് സെറ്റാവുന്നില്ല. മനുവേട്ടനറിയാലോ, എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. ജോലി ചെയ്യുമ്പോഴേ നമുക്കൊരു സ്ട്രെസ് റിലീഫ് ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനല്ല. 24 മണിക്കൂറും ഇങ്ങനെ ഒരേ ഇരിപ്പാ. മെത്തയാണെങ്കിലോ ഒരാൾക്കല്ല, ഒരു 100 പേർക്ക് കിടക്കാനുള്ള മെത്ത കാണും. അതുപോലൊരു മെത്ത. ആ മുറിയാണെങ്കിലോ AC-യും ഫർണിഷിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കതൊന്നും സെറ്റാവില്ല. എനിക്കൊരു ചെറിയ കാട്ടിലും ഒരു പായും വിലയാണ്. എങ്കിൽ നീ ഇങ്ങ് പോരെ. അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നമുക്ക് എറണാകുളത്തേക്ക് പോവാം. അവിടെ ഞാൻ നിനക്ക് ഒരു ജോലി സെറ്റാക്കാം. എനിക്കും ജോലിയുണ്ടല്ലോ. പിന്നെ നമുക്ക് രജിസ്റ്റർ മാരേജും ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ കൂടാം. ആഹാ, കൊള്ളാലോ. കമലയാണ്ടി ഇതറിയണ്ട. അറിഞ്ഞാലേ എന്നെയും മോനെയും വിട്ട് പീസാക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുവിൻ്റെ കണ്ണ് നിറയുന്ന കാണട്ടോ. ഭയങ്കര വിഷമാവും. മനുവിന് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. ഇത്രയും കാലം ഇടയ്ക്കിടയ്ക്ക് ഓടുന്ന് അലീനെ കാണാമായിരുന്നല്ലോ. ഇപ്പം അതും ഇല്ലാതായല്ലോ. പക്ഷേ ഇപ്പം എന്തായാലും അലീനെ കൂടെ വിളിക്കുന്നത് മനുവിന് വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലോ കടലിലേക്ക് പോയിട്ടൊക്കെ ആകെപ്പാടെ വല്ലാത്ത വിഷമാണ്. ഗോവർദ്ധൻ വരുന്നുണ്ട്. അല്ല ബാലേട്ടാ, അലീനനെ കൊണ്ടാക്കിയല്ലേ? അതെ, അവളെ കൊണ്ടാക്കി. എങ്ങനെയുണ്ട് അവിടുത്തെ ചുറ്റുപാടും പരിസരമൊക്കെ? അവൾക്ക് സെറ്റാവോ? ആവോന്ന് തോന്നുന്നില്ലടാ. പക്ഷേ അവൾ എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കും. അങ്ങനെ ഒരു മനസ്സും ധൈര്യം ഉള്ളവളാ. അവിടെയാണെങ്കിലോ അവളെയൊക്കെ ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ല. ആ വീടും എല്ലാം പരിചാരകരും എല്ലാവരും ഉണ്ട്. അവൾക്ക് രാജകുമാരിയെ പോലെ അവിടെ നിൽക്കാം. വേറെന്ത് വേണം ബാലേട്ടാ? അതല്ലേ നല്ലത്. പക്ഷേ അവൾ അങ്ങനൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. ജോലി ചെയ്തും കഷ്ടപ്പെട്ടും വളർന്നവളല്ലേ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചവളല്ലേ. അതുകൊണ്ട് അവിടെ പോയി അങ്ങനെ നിൽക്കുന്നത് അവൾക്ക് സെറ്റാവുമെന്നറിയില്ല. വന്നപ്പോൾ പാവം എൻ്റെ കൈക്ക് പിടിച്ച് കരയായിരുന്നു. കൊച്ചു കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കാൻ പോകുമ്പം അച്ഛൻ്റെ അമ്മയുടെ കൈക്ക് പിടിച്ച് നിൽക്കില്ലേ, അതുപോലെയാ എൻ്റെ മോള് എൻ്റെ അടുത്ത് നിന്നത്. എൻ്റെ ഈ ഇടത്തെ കൈ പിടിച്ചിട്ട് അവൾ എന്നെ ചേർന്ന് നിൽക്കുക, അയാളുടെ അടുത്തേക്ക് പോകാൻ മടിച്ചുകൊണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് നീക്കി വിട്ടു. പാവം പോകാൻ നേരം കരഞ്ഞോടെന്നെ യാത്ര അയച്ചത്. അല്ല, പിന്നെ വിളിച്ചില്ലേ? ഒരുപാട് തവണ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അവളുടെ സ്വരത്തിൽ ഒരു സന്തോഷം കാണുന്നില്ല. അല്ല, ആ സ്റ്റാൻലി എന്ന് പറയുന്ന ആള്, അയാൾ നല്ല സ്നേഹമുള്ള ആളല്ലേ? പിന്നെന്ത് വേണം? സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ മോളെ എന്നല്ല വിളിക്കുന്നേ. അയാളാണെങ്കിലോ ഹലോ അലീന എന്നാ വിളിക്കുന്നത്. ആ വിളിയിൽ തന്നെ ഒരു സ്നേഹമില്ലായ്മയില്ലേ? മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പ്രകടിപ്പിച്ചാലല്ലേ ആരെങ്കിലൊക്കെ കാണുള്ളൂ എന്ന് ചോദിക്കാണ്. അല്ലപ്പോ അലീനയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണോ? എത്രയും പെട്ടെന്ന് പോരുമോ? അങ്ങനെ ഇനി പോകാൻ പറ്റില്ലല്ലോടോ. അത് അവളുടെ സ്വന്തം പപ്പയുടെ വീടല്ലേ. അതുകൊണ്ട് അവളും അവിടെ താമസിക്കട്ടെ. അയാൾക്കും അവളെ നോക്കാനുള്ള അവകാശമുണ്ടല്ലോ. അവൾക്ക് അവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ വന്ന് വൈദ്യുതി ആട്ടുതുപ്പവും കൊള്ളുന്നതിലും നല്ലത് അവൾ അവിടെ തന്നെ നിൽക്കുന്നതാ. പറയുമ്പോൾ എൻ്റെ ഒരു കൈ അങ്ങ് പോയി, ഒരു ബലം അങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ അവൾക്കവിടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഇവിടെ വന്ന് കമലയുടെ വായിക്കുന്ന കേൾക്കണം, വൈദ്യുതി വായിക്കുന്ന കേൾക്കണം, എല്ലാവരുടെയും വീട്ടുചുരുളെല്ലാം ചെയ്യണം. അതിലും ഭേദം ആ പാവം അവിടെങ്ങാനും നിൽക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലനാണെങ്കിലോ ആകെപ്പാട് ഡെസ്പായിട്ടിരിക്കുന്നത് നമ്മുടെ ഗോവർദ്ധൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഗോവർദ്ധൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് അലീനെ വിളിക്കുകയാണ്. ആഹാ അലീന മോളെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താ സംസാരിച്ചേ ഗോവർദ്ധൻ അങ്കിളെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, മോളുടെ കാര്യത്തെ പറ്റി പറയായിരുന്നു. മോള് അവിടെ സെറ്റാവോ, അവിടെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കായിരുന്നു. അവിടെ എങ്ങനെയാ മോളെ, ഓക്കെ ആണോ?
ഓക്കെ അങ്കിളെ, അങ്കിളും കൂടിയല്ലേ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്. എൻ്റെ മോളെ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവസാന നിമിഷ ബാലേട്ടൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാ സംഭവമല്ല ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നുണ്ട്. മോളുടെ പാസ് എന്താണെന്ന് ബാലേട്ടൻ എന്നോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞോ? ആ, എന്നോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴാ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മോള് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മിണ്ടാതെ ഞാൻ ഇറങ്ങിപ്പോന്നത്. എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ലായിരുന്നു. വൈജയുടെ മകളല്ലേ നീ എന്ന് ചോദിക്കാണ്. അപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എങ്കിലും വൈജു ഒന്നും അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ. വൈജയോട് സത്യം പറയുകയാണെങ്കിൽ മോക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്നല്ലേ എന്ന് ചോദിക്കാണ്. അത് അച്ഛൻ്റെ വാശിയാ. അച്ഛനത് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അറിയുമ്പോൾ അച്ഛൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടും. അതോടുകൂടി അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അത് പേടിച്ചാ ആരും അമ്മയോടൊന്നും പറയാത്തത്. അതെന്തായാലും നന്നായി. ബാലട്ടൻ അല്ലെങ്കിൽ തന്നെ തകർന്നുടഞ്ഞ് നടക്കുക. അതിനെ കൂടത്തി അതോടറിഞ്ഞ് താനൊരു അപമാനിത നിൽക്കുന്നത് ബാലട്ടനെ സഹിക്കാനാവില്ല. ഇപ്പോൾ തന്നെ ക്യാബിനിൽ പാവം ഒന്നും ചെയ്യാതെ അവിടെ ഇങ്ങനെ മൂഡോഫായി ഇരിക്കുക. അയ്യോ, അതെന്താ കാര്യം? നീ പോയത് തന്നെ. അലീന പോയെന്ന് വെച്ചാല് ബാലട്ടനെ സഹിക്കാനാവോ? ബാലട്ടൻ പറഞ്ഞത് എൻ്റെ ഊന്നോടിയായിരുന്നെന്നാ. മോള് പോയ പിന്നെ ബാലട്ടൻ ആകെപ്പാടെ തകർന്ന് തരിപ്പണായിരിക്കുക. അയ്യോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ വേണ്ട. മോളെ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെപ്പോഴും ചിന്തിക്കണ്ട. ബാലട്ടനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെയാണെങ്കിൽ മോള് രാജകുമാരിയെ പോലെ ജീവിക്കും. ഇവിടെയാണെങ്കിലോ ഒരു വേലക്കാരിയാ. അത് വേണ്ട. അവളുടെ അമ്മ അവളെ തിരിച്ചറിയുന്നില്ല. എപ്പോഴും ആട്ടുനിപ്പൊക്കെ കൊള്ളണം. അതിലും ഭേദം അവളുടെ അച്ഛൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് നിൽക്കട്ടെന്നാ ബാലടൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഞാനേ ഗോവർദ്ധനങ്ങളെ വിളിച്ചത് വേറെ കാര്യം പറയാനാ. എന്താ മോളെ? അല്ല, പപ്പയെ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. മരുന്നൊക്കെ കഴിക്കുന്നതെന്ന് അറിയാലോ. ഒത്തിരി സ്ട്രെസ്സൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യത്തിലും ഒരു കണ്ണ് വേണം. പിന്നെ പിള്ളേരുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അത് ഞാൻ നോക്കിക്കോളാം. മോള് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞ് ചെയ്യുന്ന എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. അവിടെ ഇപ്പോൾ കുട്ടികളും തനിച്ചല്ലേ ഉള്ളൂ. മനവേട്ടനാണെങ്കിലും നാട്ടിലേക്ക് പോവും. പിന്നെ ശിവനങ്കിളുള്ളതാ ഒരു സമാധാനം. അങ്കിള് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഹരിയുടെ കാലത്ത് തീരുമാനമായിട്ട് പോകുന്നുള്ളൂ എന്നാ പറഞ്ഞത്. ബാക്കി എല്ലാവരും പോവല്ലോ. കുട്ടികളും അവിടെ തനിച്ചല്ലേ. വൈജു മേഡം പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നെന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. വൈജു മേഡമെന്നോ അമ്മേനെ വിളിച്ചൂടെ? അയ്യോ, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. മേഡെന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ കലിപ്പ് കയറിക്കൊണ്ട് എന്നെ നേരെ ചെയ്ത് പാഞ്ഞു വരും. അമ്മയെന്നങ്ങനെ വിളിച്ചാൽ പിന്നെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലീന ചിരിക്കാണ്. അലീന എന്ന് ഉറക്കെയുള്ള സ്റ്റാലിയുടെ വിളി കേട്ടുകൊണ്ട് എന്നാൽ ശരിയെങ്കിലേ ഞാൻ പിന്നെ വിളിക്കുന്നതിനെ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ അലീന സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്താ പപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് എന്നെ സംസാരിക്കാൻ വന്നായിരുന്നല്ലോ. എന്താ അത്? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എനിക്കത് ഇഷ്ടമില്ല. അത് പിന്നെ നമുക്ക് ഓരോ സമയത്ത് സംസാരിക്കാൻ തോന്നുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഇന്ന സമയം കാലം എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ പപ്പ? അപ്പ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ മറന്നുപോയി. അതെങ്ങനെയാ അങ്ങനെ മറക്കുന്നത്? എന്തായാലും എന്നോട് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അത് പിന്നെ അടുക്കളയിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് ആക്കലേന്ന് പറയാൻ വേണ്ടിയാ പപ്പ. എന്ത് ഫുഡ് വേസ്റ്റ് ആക്കിയെന്ന്? അത് പിന്നെ ഫിഷും ബീഫും എല്ലാം ഒരുപാട് വേസ്റ്റ് ആക്കാണ്. അടുക്കള കാര്യത്തിലൊന്നും അലിന ഇടപെടണ്ട. അങ്ങോട്ടേക്ക് അല്ല പോവുക പോലും വേണ്ട. ഇത്രയും നാളും നീ ഒരു വേലക്കാരിയായിരുന്നല്ലേ നീ പറഞ്ഞത്. ഇനിയിപ്പോൾ നീ വേലക്കാരിയല്ല, ഈ സ്റ്റാലി ജോസഫിന്റെ ബംഗ്ലാവിലെ രാജകുമാരിയാ. അതുകൊണ്ട് നീ ആജ്ഞാപിച്ചാൽ മതി, അവർ ചെയ്തു തരും. അവിടെ എന്തുമാത്രം കളയുന്നു, എന്ത് വേസ്റ്റ് ആക്കുന്നു ഒന്നും നീ കാണേണ്ട കാര്യമില്ല. അതല്ലേ പപ്പ? വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തിരിഞ്ഞ് നടന്നു പോവാണ്. ഈ സമയം വീണ്ടും അടുക്കളയിലേക്ക് അലിന ചെല്ലുമ്പോഴേക്കും അവിടെ പൗലോസ് വീണ്ടും അതുപോലെ തന്നെ ഭക്ഷണം പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് ചേട്ടാ, എന്തിനാ ഇത്രയും ഭക്ഷണമൊക്കെ പാഴാക്കുന്നത്? ആവശ്യത്തിനുണ്ടാക്കിയ പോരെ? എൻ്റെ മോളെ, കേൾസാബ് കേൾക്കണ്ട. ഇവിടെ അങ്ങനെയല്ല. ടേബിൾ നിറച്ച് എന്തെങ്കിലുമൊക്കെ കാണാം. അതിൽ അദ്ദേഹം ഒരു ചപ്പാത്തിയോ കറിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. ബാക്കിയപ്പോൾ നിങ്ങൾ കഴിക്കുമായിരിക്കുമല്ലേ? ഞങ്ങളും പറ്റുന്നതൊക്കെ കഴിക്കും. ബാക്കി കുറേയൊക്കെ കൊണ്ട് കളയും. അയ്യോ, ഇതൊക്കെ കൊണ്ട് കളയാൻ വെച്ചേക്കുവാണോ? ഒരു ബേസിൻ നിറയെ ഫുഡ് വേസ്റ്റ് ആണ് കേട്ടോ. ഒരു നേരത്തെ ഫുഡ് വേസ്റ്റ് ആണ് അത്രയും. ചിക്കനും മട്ടനും ബീഫും ഫിഷും എല്ലാം ഉണ്ട്. എൻ്റെ പൗലോസ് ചേട്ടാ, ആവശ്യമുള്ളത് ഉണ്ടാക്കിയ പോരെ? പപ്പ ഇത്ര കഴിക്കുള്ളൂന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്തിനാ കളയുന്നത്? കുഞ്ഞെ, ഇന്നേ വരെ ഇവിടെ അദ്ദേഹം അതൊന്നും കണക്കി വെച്ചിട്ടില്ല. ടേബിൾ നിറച്ച് ആഹാരം കാണാം, അല്ലെങ്കിൽ ഞങ്ങൾക്കായിരിക്കും വഴക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് നിൽക്കുമ്പോഴായിരിക്കും അതിലെ കൂടി സ്റ്റാൻലി പോണത്. അലീന എന്നെ വീണ്ടും വിളിക്കാണ്.
അലീന അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അലീന നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അടുക്കള വശത്തേക്ക് പോകണ്ടാന്ന്, പിന്നെന്തിനാ നീ കിച്ചൺ സൈഡിലേക്ക് പോയത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആക്കുന്നു പപ്പ, അങ്ങനെ ആക്കല്ലേന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, നിനക്കെന്താ അത്ര കൺസേണില്ലേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? കിച്ചണിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട, അത്ര തന്നെ. സോറി പപ്പ എന്ന് പറയുന്നുണ്ട്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു പോവാണ്. അലീനയ്ക്കങ്ങ് വല്ലാണ്ടാകുന്നുണ്ട്. അലീന മുറിയിലേക്ക് പോയിട്ട് കഥകടക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല. റൂം തുറന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് താഴേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം നായ്ക്കളെയൊക്കെ തുറന്നിട്ടേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലൈയിങ് ഡിസ്ക് ആൻ്റപ്പനടുത്ത് അലീനയ്ക്ക് കൊടുക്കാണ്. അലീന അതുകൊണ്ട് കുറേ നേരം ഡോഗുകളുടെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഡോഗുകളും തിരിച്ചിവളുടെ കൂടെ കളിക്കാണ്. ആൻ്റപ്പൻ പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ കുഞ്ഞെ ആദ്യമായിട്ട് കണ്ട കുഞ്ഞിനോട് ഇത്ര പെട്ടെന്ന് ഇവർ ഇണങ്ങിയല്ലോ, വലിയ അത്ഭുതം തന്നെ. ഞാനൊക്കെ എത്ര നാളെടുത്തിട്ടാ ഒന്ന് മെരിങ്ങെന്ന് മോക്കറിയോ? ഇവിടെ ആര് വന്നാലും നായ്ക്കള് കടിച്ചു ചീറി പാഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. കാണുമ്പോളെ പേടിയാവും. പക്ഷെ മോളടുത്ത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇണങ്ങിയത്? എല്ലാ നായ്ക്കളും അങ്ങനെ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ഡിസ്ക് വീണ്ടും വീണ്ടും ഇട്ടു കൊടുക്കാണ്. സ്റ്റാൻലി അത് നോക്കി കാണുന്നുണ്ട്. സ്റ്റാൻലി നോക്കുന്ന കണ്ടപ്പം അലീന അനങ്ങാൻ നിൽക്കുകയാണ്. ക്യാരിയോണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോവാണ്. അലീന വീണ്ടും ഫ്ലൈയിങ് ഡിസ്കുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ നായ്ക്കളുടെ കൂടെ. ആൻ്റപ്പനപ്പം ചെടികൾക്കൊക്കെ ചുമ്മാ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. ആൻ്റപ്പൻ ചേട്ടാ, സാബ് എപ്പോഴും എങ്ങനെയാണോന്ന് എപ്പോഴും ഈ ദേഷ്യവും ഈ ഒരേ മുഖഭാവവും സാബ് ചിരിക്കാറൊന്നുമില്ലേ? ചിരിച്ചങ്ങനെ ഞങ്ങളെ കണ്ടിട്ടില്ല മോളെ. എപ്പോഴും ഈ ദേഷ്യവും ചാട്ടം തന്നെയാ. ഇവിടെ ഒരു ടൈം ടേബിൾ ഉണ്ട്, എല്ലാത്തിനും കൃത്യസമയം. 4 മണിക്ക് ചായ വേണമെന്ന് പറഞ്ഞാലേ 4 മണിക്ക് കൊടുത്തിരിക്കണം. 4 സൂചി 1 മാറിയാലേ അപ്പോൾ പിന്നെ ബഹളമായിരിക്കും അവിടെ. പിന്നെ ഇവിടെ ഇടനാശം വെള്ളപ്പൊക്കമായിരിക്കും. ഞങ്ങൾ ആരും അതുകൊണ്ട് സമയം തെറ്റിക്കാറില്ല. ആഹാ, ഈ പട്ടാള ചിട്ടയൊക്കെ പട്ടാള ക്യാമ്പിൽ പോരെ, വീട്ടിലും വേണോ? അത് പിന്നെ അവരെങ്ങനെ ശീലിച്ചു പോയതല്ലേ മോളെ. പട്ടാളത്തിലെ വലിയ കേണലല്ലായിരുന്നോ, കേണൽ സ്റ്റാൻലി ജോസഫ്? അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ചങ്ങ് പോകും, അത്ര തന്നെ എന്ന് പറയാണ്. അങ്ങനെ അലീനയ്ക്കാണെങ്കിലോ ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കുകയാണ്. ഒരു എൻജോയ്മെൻറ്റും ഇല്ലാതെ, ഒരു ജോലിയും ഇല്ലാതെ, സംസാരിക്കാൻ പോലും വേറെ ആരും ഇല്ലാതെ അവൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, വല്ലാത്ത മാനസികാവസ്ഥയിൽ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കുമാണ് ബാലേന്ദ്രൻ്റെ കോള് വരുന്നത്. എന്താ മോളെ, എങ്ങനുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കുകയാണ്. പപ്പ എന്തിനാപ്പ എന്നെ ഈ സിംഹക്കൂട്ടിലേക്ക് കൊണ്ടിട്ടത് എന്ന് ചോദിക്കുമ്പം, എന്തു പറ്റി മോളെ, നിനക്കവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോന്നോ? ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്തു പറ്റി? മോളുടെ സ്വന്തം പപ്പയല്ലേ? അതോ ഇനിയിപ്പോൾ അയാൾക്ക് മോളല്ലെന്ന് വിശ്വാസക്കുറവല്ലോ? ഏയ് അങ്ങനെയൊന്നുമില്ലപ്പാ. അച്ഛാ, അല്ല പിന്നെന്താ സംഭവിച്ചത്? വേറൊന്നും അല്ല, എനിക്കിവിടെ സംസാരിക്കാൻ ആരുമില്ല. 3 ജോലിക്കാരുള്ളത് എന്നെ കണ്ടാൽ ബഹുമാനപൂർവ്വം മാറി നിൽക്കും. പിന്നുള്ളത് എൻ്റെ പപ്പ. വന്ന് കഴിക്ക് കുടിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. ഹലോ അലീന, ഗുഡ് മോർണിംഗ് അലീന, ഗുഡ് ഈവനിങ് അലീന, എങ്ങനെയൊക്കെ സംസാരിക്കാറ്. മോളേത് പോലും വിളിക്കാറില്ല. പിന്നെ എനിക്ക് മടുത്തു പപ്പ. ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ജോലിയൊക്കെ ചെയ്യാതുള്ളൊരു വീട്ടിൽ എങ്ങനെ താമസിക്കുമെന്ന് എനിക്കറിയില്ല. രാവിലെ തൊട്ട് വൈകോളം ഒന്നും ചെയ്യാതിരിക്കണം. ഭക്ഷണം മാത്രം നേരം കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ. പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചുറ്റോട് ചുറ്റും കാട്, നടുവിലൊരു ബംഗ്ലാവ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ഛാ എന്ന് പറയാണ്. എന്നാ ചെയ്യാനാ മോളെ, അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലേ പറ്റുള്ളൂ. പിന്നെ മോളുടെ പപ്പയല്ലേ, ഇവിടെ വന്ന മോള് വെറും വീട്ടുവേലക്കാരിയാ. വൈദ്യരെ വായന്ന് അതൊന്നും കേട്ടോണ്ടിരിക്കണ്ടേ? ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. മോൾക്ക് സ്വന്തമായിട്ടേ ഒരു ബംഗ്ലാവുണ്ട്, ഒരു പപ്പയുണ്ട്. വഴക്ക് പറയാനോ തല്ലുകൂടാനോ ആരുമില്ല, ചീത്ത പറയാനും ആരുമില്ല. അതുപോലെ സ്വസ്ഥമായിട്ട് മോൾക്ക് ജീവിക്കാലോ. പക്ഷെ ഇതല്ലോ അച്ഛാ, അതായിരുന്നു എനിക്ക് സ്വർഗമെന്ന് ഇപ്പം തോന്നുക. എനിക്ക് വയ്യ അച്ഛാ, ഞാനിവിടുന്ന് അങ്ങ് വന്നാലോന്ന് ഓർക്കുക. നീക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇപ്പം പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം തന്നെ അവിടെ എത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹലോ അലീന, മേ കമ്മിങ് എന്ന് ചോദിക്കുകയാണ്. അലീന അപ്പോഴേക്കും എണീച്ചിട്ട് കയറി വാന്ന് പറയുന്നുണ്ട്. ഫോൺ സംസാരത്തിലാണോ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഏയ് ഇല്ല. ആരാ? അത് പിന്നെ അച്ഛനാ. ഓ, ക്യാരി ഓൺ, ഞാൻ പിന്നെ വരാം. അയ്യോ സാരമില്ല, പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. നമ്മളിന്ന് എസ്റ്റേറ്റ് കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ശരിയെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഈവനിങ്ങിൽ റെഡിയായി നിൽക്കണം. ടീ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഫോർമുല സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. കണ്ടോ അച്ഛാ, ഇതാ ഞാൻ പറഞ്ഞത്. അച്ഛനാണ് എന്ത് പറയണേ? മോളെ അലീന,
വൈകുന്നേരം നമുക്ക് ചായയോട് കഴിയുമ്പോഴേക്കും എസ്റ്റേറ്റൊക്കെ കാണാൻ പോകട്ടോ എന്നല്ലേ പറയാറുള്ളൂ. ഇത് പറഞ്ഞു കേട്ടോ അച്ഛാ, ഒരുമാതിരി മിലിറ്ററി ക്യാമ്പിൽ പറഞ്ഞ പോലെ. ഹലോ, ഗുഡ് ഈവനിങ് ഇത് കേൾക്കുമ്പോൾ തന്നെ അരോചകം തോന്നുക. അതൊക്കെ നീ പതിയെ പതിയെ മാറ്റിയെടുത്താൽ മതി. അതെല്ലാം നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ വരാം. സാറില്ല അച്ഛാ, വേണ്ട. എന്തായാലും പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. ഏതവസ്ഥയായിട്ടും ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷെ ഇത് വല്ലാത്തൊരു കഠിനമായ പരീക്ഷണമായി പോയി എന്നും പറഞ്ഞ് അല്ല ചിരിക്കുന്നുണ്ട്. അല്ലച്ചാ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനാ? അതൊന്നും പറയാതിരിക്കാ ഭേദം. നിന്റെ അമ്മയുണ്ടല്ലോ, അവിടെ ഇപ്പോൾ അവളുടെ ഭരണമാണ്. ഒരു രക്ഷയില്ല. കുട്ടികളൊക്കെ ഇട്ട് അതുപോലെ ഇതാക്കുന്നുണ്ട്. അവൾ ഓരോന്ന് പറയും, അതനുസരിച്ചില്ലെങ്കിലോ ഭയങ്കര ബഹളം ഒച്ചപ്പാടും തന്നെ. തനിക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കിരീടവും ചങ്ങലോട്ടല്ലേ കയറി വന്നത്. അതിൻ്റെ എല്ലാ അഹങ്കാരവും ഉണ്ട്. ബബുദയും കൃഷ്ണമോളും രോഹിയൊക്കെ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. എന്നെയും എന്തൊക്കെ കിടന്ന് പറയുന്നുണ്ട്. മാക്സിമം ഞാൻ ക്ഷമിച്ച് കടിച്ചു പിടിച്ച് പോയിക്കൊണ്ടിരിക്കാം. എത്ര നാൾ അങ്ങനെ കടിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട്. അയിനെ പറയാണ്, അച്ഛാ ദയവ് ചെയ്ത് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, ശരീരം നോക്കണേ, അച്ഛൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അച്ഛൻ അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയാണ്. ശരി മോളെ, എനിക്കതെല്ലാം അറിയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി അച്ഛാ, ടീ ടൈമിനുള്ള സമയമായി. ഇത് 4 മണിക്ക് ഇവിടെ ചായ എടുക്കും. 4 മണിക്ക് തന്നെ അത് കുടിച്ചിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലേ പിന്നെ ചായ പണങ്ങും എന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. നീ ഒന്ന് പോടി വന്ന് അയാളെ കേൾക്കണ്ട എന്നും പറഞ്ഞ് ബാലനും കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന നേരെ ചായ കുടിക്കാനായിട്ട് പോവാണ്. ഫോൺ സംസാരം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ബാലന് മേനോന് തന്നെ എത്ര ഇഷ്ടമാണല്ലേ? അതെ, അച്ഛന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം. എന്തൊരു സ്നേഹാന്നറിയോ? എപ്പോഴാ മേനോൻ തിരിച്ചറിഞ്ഞത് നീയാണ് അയാളുടെ ഭാര്യയുടെ മകളെന്നുള്ള കാര്യം? അത് പിന്നെ 3-4 മാസം മുമ്പാ എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. രേവതി കുട്ടി ഫോണിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം. ഓ ഐ സി, അങ്ങനെയായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് അയാൾ പ്രശ്നമായിരുന്നോ? അറ്റാക്ക് വന്ന കാര്യങ്ങളും നീലഗിരിയിലേക്ക് പോയതും പ്രശ്നമുണ്ടാക്കിയതും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മേനോൻ വന്നപ്പോൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എങ്കിലും വല്ലാത്ത കഷ്ടമായിപ്പോയി. വൈജയ്ക്ക് നീ മകളെന്നറിയാത്തത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അറിയാമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവായിരുന്നില്ലല്ലോ. പക്ഷെ അതറിഞ്ഞാൽ അച്ഛൻ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടും. അതുകൊണ്ട് അച്ഛനത് പറയില്ല. ഇപ്പോൾ തന്നെ അച്ഛന് വല്ലത്തിൽ മാനസികാവസ്ഥയില്ല. അതുകൂടി അമ്മ അറിയുന്നും കൂടി അറിഞ്ഞാലേ പിന്നെ അച്ഛൻ തീരും. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ. ഞങ്ങളതുകൊണ്ടാണ് പറയാത്തത്. അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞ ആളാ എന്ന് പറയുന്നുണ്ട്. അച്ഛനെന്ന് പറയുമ്പം അലിനയ്ക്ക് വലിയ സ്നേഹമാണല്ലോ. അത് പിന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതിന് അച്ഛൻ, അതുകൊണ്ട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ചെറിയൊരു കുത്തുവാക്കുകളൊക്കെ നമ്മുടെ സ്റ്റാൻലി അലിന പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒന്നും മിണ്ടാതിരുന്ന് സ്റ്റാൻലി ചായ കുടിക്കാണ്, സ്നാക്സ് കഴിക്കുന്നുണ്ട്. അലീനയും അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ അലീനയും ചെയ്യുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കുന്നു, സ്നാക്സ് കഴിക്കുന്നു. അതിനുശേഷം റബ്ബർ തോട്ടം കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം പൗലോസ് വന്നിട്ട് പറയാണ് ആൻ്റപ്പനോട്, എൻ്റെ ആൻ്റപ്പൻ ചേട്ടാ, രാവിലെ ആ കൊച്ചു വന്നിട്ടേ അത് കളയാൻ പാടില്ല ഇത് കളയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭരണമായിരുന്നു. എന്തായാലും കേണൽ സാബ് വന്ന് 2 വർത്താനം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരി അങ്ങ് ഒതുങ്ങി എന്ന് പറയാണ്. എങ്കിലും എനിക്ക് മനസ്സിലാവാത്ത കാര്യമേ, ഈ കൊച്ചിൻ്റെ സ്വന്തം തന്ത തന്നെയാണോ ഈ സ്റ്റാൻലി? അതേടോ, ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടതാ. ഈ കൊച്ചിൻ്റെ തള്ളയുണ്ടല്ലോ, അതായത് വന്നിട്ട് പോയ മേനോന്റെ ഭാര്യ, അതാണ് ഈ കൊച്ചിന്റെ തള്ള. ആണോ? അപ്പോ അയാള് കൊണ്ടുവന്നു വിട്ടതോ? അതാണ് വലിയ ട്വിസ്റ്റ്. അയാള് സത്യങ്ങളെല്ലാം അറിഞ്ഞു. പക്ഷേ അയാളുടെ ഭാര്യ, അതായത് അലീനയുടെ അമ്മയ്ക്ക് അറിയില്ല ഇത് മകളാണെന്നുള്ള കാര്യം. ഈ കൊച്ചു ഓർഫനേജിലായിരുന്നു അവർ പ്രസവിച്ചപ്പോൾ തന്നെ. കുട്ടി മരിച്ചു പോയെന്നാണ് അവർ വീട്ടുകാരൊക്കെ പറഞ്ഞത്. സ്റ്റാലിക്ക് ഈ നമ്മുടെ നമ്മുടെ ക്രൈം സാബിനും അറിയില്ലായിരുന്നു ഇതുപോലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. ഇപ്പോഴാ മനസ്സിലാക്കിയത് മേനോനും ഇങ്ങനൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം. ഓഹോ, വല്ലാതൊരു കഷ്ടമായി പോയല്ലോ. ആ പാമന്റെ അവസ്ഥ വലുത്ത കഷ്ടം തന്നെയല്ലേ. അയാളെങ്കിലും കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ടുവന്ന് പപ്പയെ ഏൽപ്പിച്ചല്ലോ. അയാളെ സ്വന്തം മോളെ പോലെയാ ഈ കുട്ടിയെ കാണുന്നത്. ഇന്നലെ രണ്ടുപേരും കഥ പറഞ്ഞതൊക്കെ ഞാൻ ഒളിഞ്ഞു കേട്ടതാ. ആഹാ, കൊള്ളാലോ ആള് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസും ആൻ്റപ്പനും കൂടി അവർ ചെറുത്തരങ്ങളെല്ലാം ഒളിഞ്ഞു കേട്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.